ഏഴാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലി 2024-25 വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ഇതൊക്കെ വായിച്ചു മനസ്സിലാക്കുക. പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. അപ്പോൾ കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി, ഇംഗ്ലീഷ് അതുപോലെയുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ ആദ്യം വരാറുള്ളത് ഒരു റീഡിംഗ് കോംപ്രിഹെൻഷനിൽ തുടങ്ങുന്ന ഇത്തരത്തിലുള്ള ഒന്നാണ്. ഒന്നുകിൽ കവിത തരും, അല്ലെങ്കിൽ വല്ല പാരഗ്രാഫ് തരും. എന്തായാലും തന്നിട്ടുള്ളത് എന്താണോ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ അമ്മ പക്ഷി പോലെ എന്നുള്ള ഒരു കുഞ്ഞു കവിതയാണ് തന്നിട്ടുള്ളത്. നമ്മുടെ വിദ്യാലയം ഇത് കണ്ടോ, അമ്മ പക്ഷി കണക്കല്ലോ, അരുമക്കുട്ടികളായിരമുണ്ടേ, ചിറകിനടിയിൽ ഒളിച്ചിടാൻ, ചിക്കി ചികയാൻ വാക്കുകൾ, അക്ഷരമുത്തുകൾ കൊത്തിയെടുപ്പാനും, ഇത്തിരി മഴയും വെയിലും കൊണ്ട് മുറ്റത്തൂടെ കളിപ്പാനും, വായിക്കും സ്നേഹത്തോടെ തമ്മിൽ കൊക്കുകൾ തമ്മിലുരമ്മാനും, കല്ലും മുള്ളും കോർത്തു കിടക്കെ മെല്ലെ കാലുകൾ വയ്ക്കാനും, വേവും ചൂടിലകപ്പെട്ടെന്നാൽ നോവറിയാതെ നടപ്പാനും, പല പല വിദ്യകളുണ്ടിവയെല്ലാം പതിവായി പക്ഷി പഠിപ്പിക്കും, പിന്നെ ഒരിക്കൽ കുഞ്ഞുങ്ങളെയും ചുമ്മാ കൊത്തി അകറ്റിയിടും. രാജഗോപാൽ നാട്ടുക്കൽ എഴുതിയതാണ്. ഇനി ഇതിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 1, വിദ്യാലയം ആരെ പോലെയാണെന്നാണ് പറയുന്നത്. കൂർത്ത കല്ലും മുള്ളും പോലെ, അക്ഷരമുത്തുകൾ പോലെ, പക്ഷികളുടെ കൊക്കുകൾ പോലെ, അമ്മ പക്ഷിയെ പോലെ. ഏതാണ് ഉത്തരം? അമ്മ പക്ഷിയെ പോലെ എന്നുള്ളതാണ്. ഇനി അരുമ കുട്ടികളെ ചിറകിനടിയിൽ ഒളിപ്പിക്കുന്ന പക്ഷിയായി സങ്കല്പിച്ചിരിക്കുന്നത് ആരെയാണ്? മുത്തശ്ശിയെ, വിദ്യാലയത്തെ, വാക്കുകളെ, അമ്മ പക്ഷിയെ. ആരെയാണ്? വിദ്യാലയത്തെയാണ്. 3, കൂർത്തുകിടക്കുന്ന കല്ലും മുള്ളും അർത്ഥമാക്കുന്നത് വൈവിധ്യമുള്ള ജീവിതാനുഭവങ്ങൾ, കൊക്കുരുമ്മൽ, ചിറകിനടിയിൽ ഒളിക്കൽ, പറമ്പിലെ കല്ലും മുള്ളും. ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്? വൈവിധ്യമുള്ള ജീവിത അനുഭവങ്ങൾ എന്നുള്ളതാണ്. ഇനി 4, പല പല വിദ്യകളുണ്ടവയെല്ലാം വിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? കുട്ടികൾക്ക് പകരുന്ന അറിവ്, കളികൾ, ചിക്കിച്ചികയൽ, കള്ളത്തരങ്ങൾ. ഇതിൽ ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്? പകരുന്ന അറിവാണ്. 5, പക്ഷിക്കുഞ്ഞുങ്ങളെ കൊത്തി അകറ്റുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മുറ്റത്ത് കളിക്കാൻ തുടർ പഠനത്തിന് അമ്മമാർ പറഞ്ഞിട്ട്. എന്തിനാണ്? തുടർ പഠനത്തിനാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ സെക്ഷനും അവയുടെ ഉത്തരങ്ങളും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പോസ്റ്ററാണ്. തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. ഓണമെത്തി, നമ്മുടെ സ്കൂളും പൊന്നോണം ആഘോഷിക്കാൻ തയ്യാറായി. ഓണാഘോഷത്തിനുള്ള പോസ്റ്റർ തയ്യാറാക്കിയാലോ? ചിത്രങ്ങൾ ചേർത്ത് പോസ്റ്റർ ആഘോഷമാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ആകർഷകമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോസ്റ്റർ എഴുതുമ്പോൾ അതിനൊരു തലക്കെട്ട് കൊടുക്കുക. സ്നേഹത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നോണം വരവായി എന്ന് കൊടുക്കുക. എന്നിട്ട് ഒരു പിക്ചർ വരച്ചതിന് ശേഷം എന്നാണെങ്കിൽ ഒരു ഡേറ്റ് കൊടുത്തിട്ട് സ്കൂളിലെ ആഘോഷം പൊന്നോണാഘോഷമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും എത്തിച്ചേരണം. പൂക്കള മത്സരവും മറ്റു പരിപാടികളും കാര്യപരിപാടികളും ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. അടുത്തത് 3 ശീർഷകത്തിൻ്റെ ഔചിത്യം എഴുതാനാണ്. നിറമില്ലാത്ത സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഇതിവിടെ തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് വായിച്ചു നോക്കാം. പലരും സ്വപ്നം കാണാറുണ്ട്, ലോകത്തെങ്ങുമില്ലാത്ത നിറങ്ങൾ ചാലിച്ച സ്വപ്നങ്ങൾ. ഞാനും കണ്ടിരുന്നു. അച്ഛൻ പോയ രാത്രി മുതൽ ഞാൻ കണ്ട സ്വപ്നങ്ങൾക്ക് നിറമുണ്ടായില്ല. അവ ചിതലരിച്ച് മങ്ങിത്തുടങ്ങിയ പഴയ സ്വപ്നങ്ങളായിരുന്നു. അനാഥമായ ഒരു ബാല്യത്തിൻ്റെ പ്രതിഫലനങ്ങളായിരുന്നു ആ സ്വപ്നങ്ങളെല്ലാം. ദിയാക്കെ എഴുതിയതാണ്. കഥ വായിച്ചില്ലേ? ശീർഷകത്തിൻ്റെ ഔചിത്യം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇവിടെ ദിയ എഴുതിയ നിറമില്ലാത്ത സ്വപ്നങ്ങൾ എന്നത് തീർത്തും ഔചിത്യമുള്ള ഒന്ന് തന്നെയാണ് അല്ലേ? അഥവാ കഥയിലെ ആശയവും ശീർഷകവും തമ്മിൽ വളരെയധികം അർത്ഥം ഫലമുണ്ട്. കാരണം അച്ഛൻ മരിച്ചുപോയ അന്ന് രാത്രി കണ്ട സ്വപ്നങ്ങളാണ് നിറമില്ലാത്ത സ്വപ്നങ്ങളായി പറയുന്നത്. അതെ, നമുക്ക് താങ്ങും തണലും ആയിരുന്നവർ നഷ്ടപ്പെടുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് നിറമില്ലാതായി മാറുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ശീർഷകവും കഥയും തമ്മിൽ ഔചിത്യമുണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി ബി, കുറിഞ്ഞിച്ചെടിയുടെ കാത്തുകിടപ്പിനെ സൂചിപ്പിക്കുന്നത് എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നീണ്ട തപസ്സിനെയാണോ അതോ കാഹളമുഴക്കത്തെയാണോ കോളികെട്ടിനെയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുറിഞ്ഞിച്ചെടിയുടെ കാത്തുകിടപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ത്? നീണ്ട തപസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് നീണ്ട തപസ് എന്ന് എഴുതി കൊടുക്കുക. ഇനി ഇതിലെ പ്രവർത്തനം 4 ആസ്വാദന കുറിപ്പാണ്.
അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്: ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടൊന്ന് വന്നാൽ ഇഷ്ടമാകാത്തത് ആർക്കാണ്? നീലക്കുറിഞ്ഞുകളുടെ മനോഹാരിത നിങ്ങൾ ആസ്വദിച്ചില്ലേ? വെള്ളത്തോളിൻ്റെ ദിനാന്ത സഞ്ചാരത്തിലും പ്രകൃതി ഭംഗി നാം കണ്ടു. ചുവടെ തന്നിരിക്കുന്ന കവിത വായിക്കൂ. കല്യാണമേളം എന്ന കവിതയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വായിക്കുക, എന്നിട്ട് ഇതിൻ്റെ ആസ്വാദനക്കുറിപ്പാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പഠിച്ച പാഠഭാഗത്തിൻ്റെയും വെളിച്ചത്തിൽ വേണം നമ്മൾ തയ്യാറാക്കാൻ. പ്രകൃതിയുടെ ശാന്തതയും സൗന്ദര്യവും മനുഷ്യ മനസ്സിൽ ഉണ്ടാവേണ്ട നന്മകളെയും വരച്ചു കാണിക്കുന്ന കൃതികളാണ് ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടൊന്ന് വന്നാൽ എന്ന യൂണിറ്റിൽ ഉള്ളത്. മൂന്നാറിൽ പതിറ്റാണ്ടുകൾക്കിടയിൽ പൂക്കുന്ന കുറിഞ്ഞിപ്പൂവ് എന്ന വിസ്മയ കാഴ്ചയെക്കുറിച്ചാണ് ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്ന ലേഖന ഭാഗത്ത് സുഗതകുമാരി പറയുന്നത്. ഒരു ദിനാന്ത സഞ്ചാരം എന്ന വെള്ളത്തോൾ കവിതാഭാഗം ഒരു കുന്നിൻ്റെ ദൂരക്കാഴ്ചകളോടൊപ്പം അടുത്ത് എത്തുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചയിലെ മാറ്റങ്ങളെ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നു. പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ കുളിർ പകരുന്ന ഇളം കാറ്റ് പോലെ പ്രകൃതിയുടെ സൗന്ദര്യവും സംരക്ഷണവും സ്വാതന്ത്ര്യവും എന്ന അവകാശവും നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നു. കല്യാണമേളം എന്ന ഈ കവിതയിലൂടെ പ്രകൃതിയെക്കുറിച്ചുള്ള കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. പ്രകൃതിയിലെ ഓരോ വിഭവങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചിട്ടും അത് ഇല്ലാതായാൽ ഭൂമിയിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചിട്ടും വളരെ വ്യക്തമായിട്ട് ഈ കവിതയിലൂടെ സൂചിപ്പിക്കുന്നു. മരങ്ങളെ നട്ടു വളർത്തുന്നത് തണലേതാനും വരുന്ന തലമുറയ്ക്ക് ആശ്വാസമേകാനും ഉള്ളതാണെന്നും കവിയത്രി ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നു. നട്ടു വളർത്താൻ മരമെങ്ങും അവയെ തണലും തണുവും അവൻക്ക് ഇത്തിരി ആശ്വാസവും എന്ന വരികൾ നമുക്ക് ഒരുപാട് പ്രചോദനം നൽകുന്നതും അതുപോലെ തന്നെ മരത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നതുമാണ്. ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ലളിതമായ ഭാഷയിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വേണം കൂട്ടുകാർ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ. അടുത്തത്, കാട്ടുപൂക്കളുടെ മണവും സുഗന്ധവും ഉണ്ടായിരിക്കുന്നത് ആർക്കാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർക്കാണ് കാട്ടുപൂവിൻ്റെ സുഗന്ധവും മണവും ഉണ്ടാവേണ്ടത്? മൈന, പൂമ്പാറ്റ, മിന്നാമിനു. ഉത്തരം പൂമ്പാറ്റ എന്നുള്ളതാണ്. ഇനി ഇതിലെ പ്രവർത്തനം 5 യാത്രാ വിവരണമാണ്. കാടിനകത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഇലകൾക്കിടയിലൂടെ സൂര്യൻ ഞങ്ങളെ വരവേറ്റു. പക്ഷികളുടെ പാട്ട് എതിരേറ്റു. കണ്ണിൽ നിറയെ കാനനപ്പച്ച. ഒരു യാത്രാ വിവരണത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. നിങ്ങൾ ആസ്വദിച്ച യാത്രയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി വിവരണം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ യാത്ര ചെയ്തിട്ടുള്ള ഏതെങ്കിലും യാത്രയെക്കുറിച്ചുള്ള ഒരു വിവരണം നിങ്ങൾ എഴുതി നോക്കുക. അടുത്തത് 6 വിശകലന കുറിപ്പാണ്. കവിത വായിക്കൂ. എന്താണമ്മേ സ്വാതന്ത്ര്യം? ചന്തുവിനുണ്ടൊരു സന്ദേഹം. എന്താണമ്മേ സ്വാതന്ത്ര്യം? ഉത്തരമൊന്നും ചൊല്ലാതെ പുഞ്ചിരി തൂവി മാതാവ്. ഓലത്തുമ്പിൽ ചാഞ്ചാടും ചേലേറുന്നൊരു തത്തമ്മ. ചന്തുവിനുത്തരം എന്നോണം ഒന്നു ചിലച്ചു ചന്തത്തിൽ. ബന്ധനമില്ലെന്ന കീഴിൽ അതാണ് കുഞ്ഞേ സ്വാതന്ത്ര്യം. കെ പല്ലശ്ശന എഴുതിയതാണ്. ഈ കവിതയിലെ ആശയങ്ങളും മനസ്സിലെ കിളി എന്ന പാഠഭാഗത്തിലെ ആശയങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പാഠഭാഗമാണ് മനസ്സിലെ കിളി എന്ന് പറയുന്നത്. പിക്കിലുവിൻ്റെ പാഠഭാഗമാണ് അല്ലേ. അപ്പോൾ മനസ്സിലെ കിളി എന്ന കവിതയിൽ കൂട്ടിലടച്ച കിളിയുടെ വാക്കുകളിലൂടെ സ്വാതന്ത്ര്യത്തിനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നതായി നമുക്ക് കാണാം. മനസ്സിലെ കിളി എന്ന കഥ പിക്കിലു എന്ന കുട്ടിയുടെയും ഒരു മൈനയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. കൂട്ടിലടക്കപ്പെട്ട മൈനയുടെ ദുഃഖവും സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ സന്തോഷവും കഥയിൽ വരച്ചു കാട്ടുന്നു. മൈനയുടെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയും സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദവും ആണ്. കെ പല്ലശ്ശനയുടെ എന്താണ് അമ്മേ സ്വാതന്ത്ര്യം എന്ന കവിതയിലൂടെ സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ കൂടുതൽ അർത്ഥമുള്ളതാക്കുന്നു. ചന്തു അമ്മയോട് എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഉത്തരം ചൊല്ലാതെ പുഞ്ചിരിയിലൂടെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. സ്വാതന്ത്ര്യം എന്നത് ഏതൊരു ജീവിയുടെയും ജന്മാവകാശമാണ്. സ്വതന്ത്രമായി ചിന്തിക്കാനും ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് ജീവിതത്തിൻ്റെ സത്തയാണ്. ഈ അവകാശത്തെ നമ്മൾ ഒരിക്കലും തല്ലിക്കെടുത്തരുത്. അവകാശം നേടിയെടുക്കാൻ വേണ്ടി കൂടെ നിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കാൻ. അടുത്തത്, വിഭജിതൻ സന്ധികൾ അദൃശ്യ പുഷ്പങ്ങളായി നിൽക്കുന്നത് ഇന്നലെ അവർ പാടിയ ഗാനങ്ങൾ പോയി മറഞ്ഞവർ മുന്തിരിനീരുകൾ. എന്തായിരുന്നു? ഇന്നലെ മറഞ്ഞവരാണ് അല്ലേ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുഴുവൻ ക്വസ്റ്റ്യനും ആൻസറും നോക്കി. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് എക്സാം എഴുതുക. മലയാളമാണ്, അത്യാവശ്യം കുറച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്തായാലും നല്ല മാർക്കിന് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.